ഈ കളിയച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ 6-ലോ 7-ലോ ഒക്കെ പഠിക്കുന്ന കാലത്ത് വെള്ളിനഴി സ്കൂളിൽ വെച്ചിട്ടാണ്. അന്ന് വെള്ളിനഴി കുളപ്പമണ്ണമനയ്ക്കിൽ മാത്രം 3 കവികളുണ്ട്. പോരാത്തതിന് വെള്ളിനഴി സ്കൂളിൽ കഥകളിയുണ്ട്. നാണുനായരാശാൻ്റെ കീഴിൽ ഒരു കഥകളി എല്ലാ വിഭാഗവും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇടയ്ക്ക് സ്കൂളിൽ വരും. പക്ഷെ അടുത്തേക്ക് ചെല്ലാൻ ധൈര്യമില്ല. വലിയൊരാളാണെന്ന് അറിയാം, അകലെ നിന്ന് നോക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിനെ കാണുന്നത്. പിന്നെ ഒളപ്പമണ്ണ വെച്ച് കാണുമ്പോഴും അവിടെ OMC, ഒളപ്പമണ്ണ, OM മനുജൻ എന്നീ 3 കവികൾ ഒരേ സമയത്തുണ്ടാവും. അവിടെ അദ്ദേഹം വരും. അപ്പോഴും അകലത്തുനിന്ന് കാണും. അല്ല, ഞാൻ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല, അകലത്തുനിന്ന് കാണുക മാത്രം. പിന്നെ കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞ് പോന്നപ്പോഴാണ് ഇദ്ദേഹം മലയാളം മാഷാണ് കൊല്ലങ്കോട് രാജാസ് സ്കൂളിൽ എന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഒരു 5-6 ആൾക്ക് ഒരു കമ്പം ഇദ്ദേഹത്തിനെ വെള്ളിനഴി സ്കൂളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നിയമവകുപ്പൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങളെ സംസ്കൃത മാഷ്, ഞങ്ങൾക്ക് എന്തും തുറന്ന് സംസാരിക്കാൻ ധൈര്യമുള്ളൊരു മാഷായിരുന്നു സംസ്കൃത മാഷ്, പൂന്തോട്ടം ശങ്കരനാരായണൻ നമ്പൂതിരി. അദ്ദേഹം സംസ്കൃതത്തിൽ അപാര പണ്ഡിതനാണ്. പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്ന് ധാരാളം ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമുക്കൊരു അപേക്ഷ കൊടുത്താൽ സർക്കാരിനെ കൊണ്ട് കവിമാഷെ, അന്ന് കവിമാഷ് എന്നാണ് പറയും, കവിമാഷെ നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് വരുത്താൻ പറ്റുമോ? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂൾ മാനേജ്മെൻറ്റ് സ്കൂളാണ്, മാനേജ്മെൻറ്റ് സ്കൂളിന് ട്രാൻസ്ഫർ ഒന്നും ബാധകമല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വേറെ സ്കൂളുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് മാറ്റാമെന്നല്ലാതെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, അതിന് അപേക്ഷ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഖേദപൂർവ്വം അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെയും പലപ്പോഴും പിന്നെ അദ്ദേഹമായിട്ട് പിന്നെ കാണാനിട വന്നത് പാലക്കാട്ട് വിജയം മാഷ്, മണികണ്ഠ വിജയം എന്നൊരു കഥകളി എഴുതി പ്രചരിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ വിജയം മാഷെ കളിയോഗത്തിൽ കഥകളി കോപ്പുകളുടെ റിപ്പയറും അങ്ങനെ അവിടുത്തെ പരിപാടികളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാലത്താണ് ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം വിജയം മാഷ അടുത്ത് വരും. അപ്പോഴും എനിക്ക് അടുത്തേക്ക് പോകാൻ ധൈര്യമില്ല, ഞാൻ അകലെ നിന്ന് കാണും, അത്രയേ ഉള്ളൂ. എന്നിട്ടിങ്ങനെ ഒരു വർത്തമാനം പറയും. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറേ കാലം. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ വെള്ളിനഴി സ്കൂൾ, ഈ അദ്ദേഹത്തിനോടുള്ള പ്രധാനമായിട്ട് ഈ ഇത് തോന്നാൻ കാരണം ഏതാണ്ട് 1960കളുടെ ആദ്യത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിൻ്റെ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ സ്കൂൾ വിട്ടിട്ട് വ്യാഴാഴ്ച, എന്താ വെച്ചാൽ എനിക്ക് ആഴ്ചപ്പതിപ്പ് വ്യാഴാഴ്ചയെ കിട്ടൂ. അമ്മാവനാണ് ആഴ്ചപ്പതിപ്പ് വരുത്തുന്നത്, അമ്മാവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വേണം. അപ്പോൾ വ്യാഴാഴ്ച സ്കൂൾ വിട്ടാൽ അവിടെ കളിക്കാനൊന്നും നിൽക്കാതെ ഓടും ഈ ആഴ്ചപ്പതിപ്പ് വാങ്ങാൻ. അപ്പോൾ ഈ കവിയുടെ കാൽപ്പാടുകൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥ എന്ന് ഞാൻ വിചാരിക്കണം, എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആത്മകഥാ വിവരണം എന്ന് പറയുക ഭേദം, വളരെ രസമായിട്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും ഇത് വായിക്കാൻ വേണ്ടി ഓടിപ്പോരും. അങ്ങനെ ഒരു ഓർമ്മ വേറെയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പല ദിക്കിലും വെച്ച് കണ്ടു. പിന്നെ കാവുങ്ങൽ ശങ്കരൻകുട്ടി പണിക്കരായിട്ട് കൊല്ലങ്കോട് രാജാസ് സ്കൂളിൽ അദ്ദേഹം വളരെ താല്പര്യത്തിലായിരുന്നു. ഞാനും ശങ്കരൻകുട്ടി പണിക്കരാശാനും വളരെ ഇഷ്ടത്തിലായിരുന്നു. അപ്പോൾ കാവുങ്ങൽ ഈ കൊല്ലങ്കോട്ടെ കളിക്കൊക്കെ ചിലപ്പോൾ എന്നെ വിളിക്കും, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹമായിട്ട് താല്പര്യം. അപ്പോൾ അവിടെ വെച്ചിട്ട് പലപ്പോഴും കാണും. പക്ഷേ അന്നൊന്നും അടുത്തേക്ക് പോകാൻ പറ്റില്ല, ഇന്നും പോയിട്ടില്ല, ഇന്നേ വരെ അടുത്ത് പോയിട്ടില്ല, ദൂരത്തുനിന്ന് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു ചൈതന്യം, അതായത് എന്തോ നിശ്ചയമില്ലാത്ത ഒരു ആകർഷണീയത, അത് എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അപ്പോൾ ഇതിന് ഗോപാലകൃഷ്ണൻ ക്ഷണിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ കളിയച്ഛനെ കുറിച്ച് ഒരു 1-2 വാക്ക് പറയാനൊരു അവസരമാണല്ലോ എന്ന് തന്നെയാണ്. അതിൻ്റെ ശേഷമാണ് 60കൾ ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഏതാണ്ട് വിജയ മാസ്റ്റർ ഇതിൽ വെച്ച് പരിചയം. ആ കാലത്താണ് ഇദ്ദേഹത്തിൻ്റെ താമരത്തോണി എന്ന കവിതയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. അതും ഈ സന്തോഷവർത്തമാനം പറയാൻ ഇദ്ദേഹം വിജയ മാസ്റ്റർ താമസ സ്ഥലത്ത് വന്നു. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല, മാഷായിട്ട് സംസാരിച്ചു, വിവരങ്ങളൊക്കെ അറിഞ്ഞു, സന്തോഷമായിട്ട് പോയി. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ, അകലെ നിന്നിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ സൂക്ഷിച്ചു വരണ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഓർക്കാനും 2 വാക്ക് സംസാരിക്കാനും സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സന്ദർഭം. അതിന് ഗോപാലകൃഷ്ണൻ ഇവിടെ ഈ കഥകളി സ്കൂൾ തുടങ്ങിയപ്പോൾ തന്നെ, ഗോപാലകൃഷ്ണൻ കലാമണ്ഡലത്തിൽ വന്നപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഈ
ഇദ്ദേഹത്തിന് ഇത് കവിമാഷ്ടറെ മകളുടെ മകനാണ് എന്നൊക്കെ അറിയാം. അന്ന് ഈയങ്കോട് ഇവിടെ കലാമണ്ഡലത്തിലുള്ള കാലമാണ്. അപ്പോൾ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരുന്നു. ഈയങ്കോടാണ് ഈ കവിമാഷ്ടറെ ഒരു പകർത്തിയെഴുത്ത് ഒക്കെ ആയിട്ട് വളരെ അടുത്ത് പെരുമാറിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ പല നിലയ്ക്കും ബന്ധമുണ്ട്, പക്ഷേ സംസാരിച്ചിട്ടില്ല എന്നുള്ള ഒരിതുണ്ടായിരുന്നു. ഏതായാലും അങ്ങനെയൊക്കെ ഇരിക്കണ ഈ കാലത്ത് ഈ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഇവിടെ പെൺകുട്ടികൾക്ക് പ്രവേശനം ഉണ്ടോ എന്നാണ്. അപ്പോൾ ഉണ്ട്. കലാമണ്ഡലത്തിൽ അന്ന് അതില്ല. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 കൊല്ലം ഒരു കൊല്ലോ 2 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അന്നില്ല. പക്ഷേ ആവാം. വിദേശ സ്ത്രീകളാണെങ്കിൽ ആവാം. സ്വദേശത്ത് ഒരു കുട്ടിക്കും പഠിക്കാൻ പാടില്ല കലാമണ്ഡലത്തിൽ. അതൊരു നിയമമാണ്. കലാമണ്ഡലത്തിലെല്ലാം അങ്ങനെയാണ്. വിദേശിക്കാണെങ്കിൽ ആവാം, സ്വദേശിക്കാണെങ്കിൽ പാടില്ല. ചുട്ടിക്ക് കിടക്കണ വേഷക്കാരനെ കവച്ചു വെച്ചിട്ട് മുഖത്തിൻ്റെ ഫോട്ടോ എടുക്കാം സായിബിന്. പക്ഷേ അണിയറയിൽ നിന്ന് വേറെ ആരെങ്കിലും ഫോട്ടോ എടുത്താൽ അവിടെ ചുണ്ടിയെടുക്കും. ഇതാണ് കലാമണ്ഡലത്തിൻ്റെ അവസ്ഥ. ഞാൻ വ്യക്തമായിട്ട് പറയാം. അതിനൊക്കെ കുറേ ഇതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കലാമണ്ഡലം. അപ്പോൾ വിദേശികൾക്കാവാം, മറ്റവർക്ക് പാടില്ല എന്നുള്ള ഈ വിഭജനം അല്ലെങ്കിൽ ഈ വിഭാഗീയത എന്തുകൊണ്ട് കലാമണ്ഡലത്തിൽ വന്നു? ഇപ്പോൾ നേരെയായി. ഇപ്പോൾ അതിന് പക്ഷേ നേരെയാകുമ്പോഴേക്ക് കലാമണ്ഡലം എത്ര വർഷം പിന്നിട്ടു എന്നുള്ളത് ആലോചിക്കണം. ഇതിനിടയ്ക്ക് എത്രയോ വിദേശ വനിതകൾ ഇവിടുന്ന് കഥകളി പഠിച്ചു പോയി. അവർ സ്വന്തം കഥകളി സ്ഥാപനങ്ങൾ പല രാജ്യങ്ങളിൽ നടത്തുന്നുണ്ട്. അതൊക്കെ വേറെ ചരിത്രം. ഏതായാലും അപ്പോൾ അന്നത്തെ ഈ സ്ത്രീകളുടെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ത്രീ സാന്നിധ്യം കഥകളിയിലില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയല്ല, ഞാൻ വായിച്ചിട്ടുള്ളത് അനുസരിച്ച് കറ്റശ്ശേരി രാമൻകുട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ വേഷക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു കറ്റശ്ശേരി രാമൻകുട്ടി ഉണ്ട് സാധനത്തിൽ. വേഷക്കാരനെ കുറച്ച് പ്രായമായി അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഒരു കറ്റശ്ശേരി രാമൻകുട്ടി സ്ത്രീവേഷക്കാരൻ, പ്രസിദ്ധനായിട്ടൊരു സ്ത്രീവേഷക്കാരുണ്ടായിരുന്നു. KPS മേനോൻ്റെ പുസ്തകത്തിലൊക്കെ അദ്ദേഹത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഈ കറ്റശ്ശേരി രാമൻകുട്ടിയുടെ സഹോദരി, പേര് ഓർക്കണില്ല, കഥകളി സ്ത്രീവേഷം കെട്ടിയിരുന്നു ധാരാളം എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് ആദ്യത്തെ എൻ്റെ അറിവിലുള്ള സ്ത്രീ സാന്നിധ്യം. പിന്നെ ഉണ്ടായത് 50കളുടെ അവസാനത്തിൽ ചേൽനാട്ട് സുഭദ്ര, കോട്ടയ്ക്കൽ സുനീതി, ഇങ്ങനെ 2 സ്ത്രീകളാണ്. അവർ ഈ ചേൽനാട്ട് സുഭദ്ര അവർ പേരാങ്ങോട് വാര്യത്ത് കൃഷ്ണൻകുട്ടി വാര്യരും അച്യുതവാര്യരും ഇങ്ങനെ 2 കഥകളി നടന്മാരുണ്ടായിരുന്നു, പട്ടിക്കാന്തൂരുടെ ശിഷ്യന്മാരായിട്ട്. അവരിൽ ഈ അച്യുതവാര്യരുടെ ശിഷ്യകളാണ് ഈ ചേൽനാട്ട് സുഭദ്രയും കോട്ടയ്ക്കൽ സുനീതിയും. ആ കാലഘട്ടത്തിൽ, അതായത് അന്ന് പട്ടിക്കാന്തൂർ ജീവിച്ചിരിപ്പുണ്ട്. ആ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ വേഷം കെട്ടാനും ധാരാളം അരങ്ങുകളിൽ പ്രവർത്തിക്കാനും ഇവർ കഴിഞ്ഞു. അന്ന് ഞാൻ 5ലോ 6ലോ പഠിക്കുന്ന കാലമാണ്. ഈ ചേൽനാട്ട് സുഭദ്ര വെള്ളിനഴി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ വെള്ളിനഴിയാണ് ചേൽനാട്ട് സുഭദ്രയുടെ വീട്. അങ്ങനെയാണ് ഞാൻ ഇവരെ കൂടുതൽ അറിയണത്. അപ്പോൾ ഈ സുഭദ്രയുടെ അനിയന്മാരും അനിയത്തിമാരും പലരുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. സുഭദ്ര മാത്രം കുറച്ചൊരു 4-5 ക്ലാസ് മേലെയായിരുന്നു. അങ്ങനെയുള്ള ആ സ്ത്രീ സാന്നിധ്യം പിന്നെ ഏതോ ഒരു കാലത്ത് ഇല്ലാണ്ട് ആയിട്ടുണ്ടോ നിശ്ചയില്ല. പക്ഷേ ചവറ പാറുകൂട്ടി അത് പിന്നെയും കൊണ്ടു നടന്നു കുറേ കാലമല്ല, അവരേതാണ്ട് അവരുടെ ജീവിതാവസാനം വരെ അത് കൊണ്ടു നടന്നു. പിന്നെ അങ്ങനെ സ്ത്രീകൾ കൊണ്ടു നടന്നതായിട്ടുള്ള ഒരു വിവരമില്ല. അപ്പോൾ കഥകളി സ്കൂളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടെന്നും ഇവിടെ പഠിക്കാൻ സൗകര്യമുണ്ടെന്നും കേട്ടത് അതിലേറെ വലിയൊരു സന്തോഷമായി. അപ്പോൾ എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഇത് ഈ കഥകളി സ്കൂള് മറ്റ് പല കലാമണ്ഡലം അടക്കമുള്ള പ്രശസ്തമായ കലാസ്ഥാപനങ്ങൾക്ക് മാർഗദർശിയാണ് എന്ന് ഉറക്കെ പറയേണ്ട സന്ദർഭമാണ്. അപ്പോൾ പിന്നെ എല്ലാ വിഷയങ്ങളിലും ഇനിയിപ്പോൾ ഇതുപോലെ സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് നടപ്പിലാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെയും അതായത് ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങളിലെയും എല്ലാവിധ പുരോഗതിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല എല്ലാ ആശംസകളും നൽകുന്നു. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമസ്കാരം.